ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് നമ്മുടെ ടോപ്പിക്ക് വന്നിട്ട് ഇവിൾ ഐനെ കുറിച്ചിട്ടാണ്. കണ്ണേറ് അങ്ങനെയൊക്കെ മലയാളത്തിൽ പറയുന്നത്. അപ്പം ഈ ഇവിൾ ഐനെ കുറിച്ച് എനിക്കുണ്ടായ എക്സ്പീരിയൻസും അതുപോലെ എനിക്കറിയാവുന്നവർക്കുണ്ടായ എക്സ്പീരിയൻസും അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉണ്ടാവുക. അപ്പം ഇവിൾ ഐ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാലോ, അതായത് ഒരാൾ നമ്മളെ ഭയങ്കര ഇതായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു പ്രോഗ്രാമിന് നമ്മൾ പോയി നല്ലപോലെ പാട്ട് പാടിയതിന് ശേഷം ഒരാൾ വന്നിട്ട് പറയുകയാണ് അടിപൊളി പാട്ടാണ്, എന്ത് നല്ല പാട്ടാ, ഒരു രക്ഷയുണ്ടായിരുന്നില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് പിറ്റേ ദിവസം നമുക്ക് തൊണ്ടയടപ്പോ പനിയോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ആ ഒരു ഇതിനെയാണല്ലോ നമ്മൾ ഇവിൾ ഐ എന്ന് പറയുന്നത്. അപ്പം ഇതിൽ വിശ്വാസം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒരു പാതിപ്പാതിയാ. കാര്യം എന്തെന്ന് വെച്ചാൽ ഇത് എൻ്റെ അനുഭവങ്ങൾ ഞാൻ ആദ്യം ഷെയർ ചെയ്യാം. ഇവിൾ ഐയുടെ സമയത്ത് ഈ വയ്യായികയാണ് എനിക്ക് കൂടുതൽ അനുഭവപ്പെട്ടിട്ടുള്ളത്. ഇപ്പം ഞാനാണെങ്കിലും പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് പ്രോഗ്രാമിൻ്റെ പിറ്റേന്ന് മിക്കവാറും എനിക്ക് എന്തെങ്കിലും വയ്യായി കാരണം ഞാൻ ഹോസ്പിറ്റലിലാവാറുണ്ട്. അത് ഇവിൾ ഐ കൊണ്ടാണോ എന്തോ അറിയില്ല, പക്ഷേ എല്ലാ തവണയും എന്തേലും ചെറിയൊരു പനിയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും തട്ടി വീഴലോ അങ്ങനെ എന്തേലും ഒരു ചെറിയ പരിക്ക് ഉണ്ടാവാറുണ്ട്. അതേപോലെ ഇപ്പം നമുക്ക് ചെയ്യാൻ പോണൊരു കാര്യം നമ്മുടെ ഒരു പ്ലാൻ നമ്മൾ വേറൊരാളോട് ഷെയർ ചെയ്യാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ്, ഇതാണ് ചെയ്യാൻ പോണത്, ഇങ്ങനെ പറയുമ്പോഴത്തേനും അതിന് തടസ്സങ്ങൾ നേരിടുക, അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നല്ല രീതിക്ക് പഠിച്ച് പ്രിപ്പയർഡ് ആയിട്ടിരുന്നിട്ട് നമ്മളിതുപോലെ ഷെയർ ചെയ്യാണ്, എനിക്കതെല്ലാം അറിയാം, ഫുൾ മാർക്കായിരിക്കും, എനിക്കൊരു കുഴപ്പം ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ച് പോയിട്ട് എക്സാം നന്നേ ടഫ്. അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ അനുഭവങ്ങളാണ് എനിക്കുണ്ടായിട്ടുള്ളത്. ഇനി എനിക്ക് അറിയാവുന്ന കുറച്ച് സുഹൃത്തുക്കൾ പറഞ്ഞറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ കാര്യങ്ങളുണ്ട്. അതേപോലെ ഒരു നല്ല കാര്യം ചെയ്യുന്നതിന് മുന്നേ അത് നമ്മൾ ഓവർ ഷെയർ ചെയ്യുമോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്ലാനുകൾ നമ്മൾ ഓവർ ഷെയർ ചെയ്യുമോ, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും ഇതിനെല്ലാം തടസ്സങ്ങൾ നേരിടുന്നു. ഇപ്പം അതേപോലെ വീട്ടിലൊരു നല്ലൊരു ചെടി പൂത്ത് നിൽക്കുക, ആ ചെടിയെ നോക്കിയിട്ട് ഒരാൾ പറയുക നല്ല ചെടിയാണ്, ഇത്തവണ കുറേ പൂട്ടല്ലോ, അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേനും പിറ്റേന്ന് ആ ചെടിയെ കരിഞ്ഞു പോണു. ഇങ്ങനെയുള്ള കുറേ അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്, അല്ലെ അറിയുന്നുണ്ട്. അപ്പം സത്യത്തിൽ ഈ ഇവിൾ ഐ എന്ന് പറയുന്ന കാര്യം ഉണ്ടോ, അതെയോ നമ്മളത് ഇങ്ങനെ വിചാരിച്ചുകൊണ്ടാണ് എനിക്കത് സംഭവിച്ചത്, അതാണോ? അതിൽ സത്യത്തിലൊരു സയൻറ്റിഫിക് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഉത്തരം എന്നുള്ള രീതിക്ക് എനിക്ക് അറിയില്ല. പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ ഷെയർ ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് ഇവിൾ ഐ സംഭവിക്കും, അല്ലെങ്കിൽ ഞാൻ അത് ചെയ്താൽ അത് എന്തായാലും എന്നെ അത് നല്ല നെഗറ്റീവായിട്ട് ബാധിക്കും, കുറച്ച് ഒരുങ്ങി ഒന്ന് ചെന്നാൽ പിറ്റേന്ന് എനിക്ക് വയ്യാണ്ടാവും, ഈ ഒരു തോട്ട് ചിലപ്പോൾ നമ്മൾ മൈൻഡിൽ വെച്ച് പ്രോസസ്സ് ചെയ്യുന്നതുകൊണ്ടാണെങ്കിലും നമുക്ക് ഇതുപോലെ വയ്യായികയും കാര്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ തടസ്സങ്ങൾ നേരിടുന്ന ഓരോ കാര്യങ്ങൾ നമുക്ക് സംഭവിക്കുന്നത് ഇവിൾ ഐ കൊണ്ട് മാത്രമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. മേ ബി ഇതൊന്നും ഒരിക്കലും പ്രൂവൺ ആയിട്ടുള്ള കാര്യങ്ങളല്ല ഞാൻ സംസാരിക്കുന്ന. കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ തോട്ട് പ്രോസസ്സും എനിക്ക് ചുറ്റുപാടുമുള്ള എക്സ്പീരിയൻസും മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, അല്ലെ നിങ്ങൾക്ക് അനുഭവങ്ങൾ എന്തൊക്കെയുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ പറയാം കേട്ടോ. അപ്പം നമ്മളൊരു കാര്യത്തെ നെഗറ്റീവായിട്ട് സംഭവിക്കും എന്ന് വിചാരിച്ച് വെച്ചാൽ അത് ഉറപ്പായിട്ടും സംഭവിക്കും. അതങ്ങനെയാണ്. നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഈ മൈൻഡിൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഓക്കെ ഇന്ന് ഞാനത് ചെയ്യുമ്പം എനിക്ക് എന്തായാലും ഒരു നെഗറ്റീവ് ഉണ്ടാവും. നമ്മുടെ ലൈഫ് അങ്ങനെയാണ്. ഒന്ന് നോക്കി, ഏറ്റക്കുറച്ചിലുകളാണ് എല്ലാവരുടെയും ലൈഫിൽ. ഒരുപാട് സന്തോഷം ഒരുപാട് കാലത്തേക്ക് നീണ്ടു നിൽക്കത്തില്ല, ഒരുപാട് സങ്കടങ്ങൾ ഒരുപാട് കാലത്തേക്ക് നീണ്ടു നിൽക്കത്തില്ല. ഒരു സിക്സാക്ക് മോഷനിലായിരിക്കും മിക്കവാറും നല്ല, അങ്ങനെയാണ് എല്ലാവരുടെയും ലൈഫ് പോണത്. അപ്പം അതേപോലെ തന്നെയാണ് നമ്മുടെ മൈൻഡിൻ്റെ കേസും. ഇപ്പം ഇത് സംഭവിച്ചത് കൊണ്ടാവണം എന്നില്ല നമുക്കൊരു നെഗറ്റീവ് സംഭവിക്കുന്നത്. പോസിറ്റീവ് നെഗറ്റീവും എല്ലാം ലൈഫിൽ ഉണ്ടാവും. ഇനി നമ്മൾ ആ കാര്യം സംഭവിക്കും എന്ന് കണ്ടിന്യൂസ്ലി പറഞ്ഞ് അല്ലെങ്കിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സംഭവിച്ചിരിക്കും. അതുകൊണ്ടാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് സംസാരിക്കാം കേട്ടോ, കമൻറ്റിൽ. ഇപ്പം ഇത്രേ ഉള്ളൂ. ബൈ.